നമസ്കാരം. നമ്മുടെ രാജ്യം റോഡ് നെറ്റ്വർക്കുകളുടെ കാര്യത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനം അമേരിക്കയ്ക്ക് തന്നെയാണ്. 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ചൈനയെ പിന്തള്ളിയാണ് നാം ഈ നേട്ടം കൈവരിച്ചത്. 66.71 ലക്ഷം കിലോമീറ്ററാണ് നമ്മുടെ ആകെ റോഡുകളുടെ നീളം. ഇതിൽ 1,46,145 കിലോമീറ്റർ ദൂരം ദേശീയപാതകളാണ്. കേരളത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ നടക്കാൻ സാധ്യതയുള്ള ചില റോഡ് പദ്ധതികളുടെ അവലോകനം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഈ അടുത്തിടെ നടത്തുകയുണ്ടായി. ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം. നല്ല റോഡുകൾ എന്നുള്ളത് ഗതാഗതത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും യാത്രാച്ചെലവ് കുറയ്ക്കാനും തൊഴിൽ സാധ്യതകൾ കൂട്ടാനും ഉതകുന്ന ഒന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാർ റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ ഇത്രയേറെ താല്പര്യമെടുക്കുന്നതും. കേരളത്തിൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വലുതും ചെറുതുമായ 21 പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ 12 എണ്ണം 2024 ജനുവരിയിൽ തന്നെ ശ്രീ നിതിൻ ഗഡ്കരി തറക്കല്ലിട്ടതാണ്. അതിനെക്കുറിച്ച് ആ കാലയളവിൽ തന്നെ വിശദമായ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. പണികൾ പൂർത്തീകരിച്ച് പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുത്ത പല റോഡുകളിലും നിത്യേന അപകടങ്ങളും ട്രാഫിക് ബ്ലോക്കുകളും സർവ്വസാധാരണമായി കാണപ്പെടുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ പുതിയ മേൽപ്പാതകളോ അടിപ്പാതകളോ നിർമ്മിക്കുന്നതായിരുന്നു പദ്ധതി. ഇതുകൂടാതെ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് ഹൈവേ, പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ തുടങ്ങിയ റോഡുകളുടെ DPRകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തം 1290 കിലോമീറ്റർ നീളമുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ ആണ് പുതിയതായി കേരളത്തിൽ വരാൻ പോകുന്നത്. ഇതിനായുള്ള മൊത്തം പദ്ധതി ചെലവായി പ്രതീക്ഷിക്കുന്നത് 27,650 കോടി രൂപയാണ്. 200 കോടി രൂപ ചെലവ് വരുന്ന 4 റെയിൽവേ ഓവർബ്രിഡ്ജുകൾക്കും വൈകാതെ തന്നെ അനുമതി ലഭിച്ചേക്കും. പുതിയ റോഡ് പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാർ GSTയും റോയൽറ്റിയും ഒഴിവാക്കി കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിനോടനുബന്ധിച്ച് പണിയുന്ന സർവീസ് റോഡിന്റെ മുഴുവൻ ചെലവും സംസ്ഥാന സർക്കാർ തന്നെ വഹിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. റോഡ് വികസനമെല്ലാം സമയബന്ധിതമായി തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.